ആരാത്? അമ്മായി അവിടെ ഒളിച്ചു നിന്ന് എന്തെടുക്ക? ചോദിച്ചത് കേട്ടില്ലേ? അമ്മായി ഇതാ അമ്മായി ഞങ്ങള് സംസാരിക്കുന്ന ഒളിഞ്ഞു നിന്ന് കേൾക്കുമായിരുന്നു അല്ലേ? അയ്യോ അല്ല മോളെ, ഞാൻ മോൾക്ക് ചായയും കൊണ്ട് വന്നതാ. അപ്പോഴാ നിങ്ങൾ എന്തോ ഗൗരവമുള്ളത് സംസാരിക്കുന്ന കണ്ടത്. ഇതിനിടയ്ക്ക് ഇവിടെ വന്ന് കയറാമോ എന്നുള്ള ശങ്ക കൊണ്ട് അവിടെ തന്നെ നിന്നു പോയെന്നേ ഉള്ളൂ. കള്ളം പറയരുത്. തള്ളയും മോളും കൂടെ എന്നെ കേസിൽ കൊടുക്കാനായിട്ട് തെളിവുണ്ടാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചതല്ലേ? അയ്യോ എന്റെ പൊന്നു മോളെ, അങ്ങനെ ഒന്നും പറഞ്ഞേക്കല്ലേ. ഞാനും എന്റെ മോളും ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തവരാ. ഇവർ പറയുന്നത് വിശ്വസിക്കേണ്ട മാഡം. സുഗതൻ മേനോൻ ആരാണെന്ന് ഇവർക്കറിയാം. അമ്മായി, ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിട്ടാ ഞാനിവിടെ നിൽക്കുന്നത്. എന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ചുറ്റിലും. എന്റെ ചോറ് തിന്നോണ്ട് ഇവിടെ കഴിയുന്ന നിങ്ങളും എന്നെ നശിപ്പിക്കാനാണ് വന്നതെങ്കിൽ അമ്മയും മോളെ ഞാൻ വെറുതെ വിടില്ല, കൊന്നു കളയും. ഇങ്ങനെ ചങ്കി കൊള്ളുന്ന വർത്താനം ഒന്നും പറയരുത് മോളെ. ഒരു ഗതിയും പരഗതിയില്ലാതെ ഇവിടെ വന്നു കയറി ഞങ്ങൾക്ക് അന്നം തന്ന മോൾക്കെതിരെ എന്തെങ്കിലും ചെയ്യുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? മോള് ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാ. എങ്കി പറ, ആരായി സുഗതൻ മേനോൻ? അയാൾ എന്തിനാ അമ്മാവന്റെ കേസുമായിട്ട് പോകുന്നത്? അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല മോളെ. ഞങ്ങൾക്ക് അങ്ങനെ ഒരാളുമായി ഒരു ബന്ധവും ഇല്ല. മോളി അമ്മായി പറയുന്നത് വിശ്വസിക്കണം. ഞാൻ പറയുന്നത് തെറ്റാണെന്ന് തെളിഞ്ഞ മോള് വേണമെങ്കിൽ അമ്മായിയെ കൊന്നോ. എന്നാലും ഞങ്ങളെങ്ങനെ സംശയിക്കല്ലേ മോളെ. ഞങ്ങൾ വേണമെങ്കിൽ കോടതി വന്ന് മോൾക്ക് വേണ്ടി സാക്ഷി പറയാം. മോള് പറഞ്ഞാ മതി. തൽക്കാലം നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ മറിച്ചാണ് സത്യം എന്ന് തെളിഞ്ഞാൽ പിന്നെ അമ്മയും മോളും ഈ ഭൂമുഖത്തുണ്ടാവില്ല. പൊയ്ക്കോ. ചായ നിങ്ങളോട് ആരാ ഇപ്പൊ ചായ ചോദിച്ചത്? കൊണ്ടുപോ.